പ്രകാശം ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈ സ്പീഡ് ഡാറ്റ നമ്മൾ ഇന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വയറുകളിലൂടെയല്ലാതെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലൂടെ ആശയവിനിമയത്തിനുള്ള പുത്തൻ സാങ്കേതിക വിദ്യകൾ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന പഠന മേഖല, ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ പോലെയുള്ള വലിയ സാധ്യതകളുടെ ഒരു ലോകമാണ്. കാരണം വളരെ വേഗത്തിലാണ് ഡാറ്റ ട്രാൻസ്മിഷൻ ഇല്ലാതെ ഇന്ന് ഈ ലോകം ഒരു നിമിഷം പോലും മുന്നോട്ട് പോവില്ല. ഇൻ്റർനെറ്റ് ഒരു നിമിഷം നിശ്ചലമായി കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും വലിയ തോതിലുള്ള നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ്. ലോകത്തിൻ്റെ സുരക്ഷ, രാജ്യങ്ങളുടെ സുരക്ഷ, ട്രെയിൻ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട സിഗ്നലിംഗ് പോലുള്ള പ്രോബ്ലംസ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വിവിധ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, അതുപോലെ തന്നെ വലിയ കമ്പനികളുടെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പല പ്രവർത്തനങ്ങളും തടസ്സപ്പെടുന്ന അവസ്ഥകൾ ഒക്കെ, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വലിയ ഒരു പ്രതിസന്ധിയിലേക്കായിരിക്കും കമ്മ്യൂണിക്കേഷനിലുണ്ടാകുന്ന ചെറിയ പ്രോബ്ലംസ് പോലും ലോകത്തെ നയിക്കുന്നത്. വളരെ അടുത്ത കാലത്ത് നമ്മൾ ഇറാനിൽ നടന്ന ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഡേറ്റാ സെൻറ്ററുകൾ ഏറ്റവും കൂടുതലുള്ളത് ഇന്ന് ഈ ലോകത്തെ നയിക്കുന്നത് ഡേറ്റകളാണ്. ആ ഡേറ്റാ സെൻറ്ററുകൾ ഏറ്റവും കൂടുതലുള്ളത് ഗൾഫ് കൺട്രീസിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കടലിനടിയിലൂടെ പോകുന്ന കേബിളുകൾ കേടുവരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെ നമ്മൾ വാർത്തകളിലൂടെ ആരോപണങ്ങളായോ അല്ലാതെയോ ഒക്കെ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളുടെ പിന്നിലെന്താണ്? ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരം കേബിളുകളിലൂടെയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ആ പ്രകാശത്തിലൂടെ, അതായത് വളരെ വേഗത്തിൽ, വളരെ ഫാസ്റ്റായിട്ട് ആശയങ്ങളും കമ്മ്യൂണിക്കേഷൻ പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ഡേറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രകാശത്തെയാണ്. പ്രകാശവേഗതയിലൂടെ അല്ലെങ്കിൽ പ്രകാശത്തിലൂടെ ഫോട്ടോണിക്സ് എന്നൊക്കെ പറയുന്ന പഠന മേഖല, ഉപരിപഠന മേഖലകൾ ഇവിടെ ലഭ്യമാണ്. കുസാറ്റിലൊക്കെ അത്തരം കോഴ്സുകളൊക്കെ ഉണ്ട്. അത് ഏറ്റവും താഴെ തട്ടിൽ വരുമ്പോഴത്തേക്കും ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള, ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു കോഴ്സായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. അത് 10ാം ക്ലാസ് കഴിഞ്ഞ, പ്ലസ് ടു ആയിരിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് വരിക. ITI കഴിഞ്ഞ, പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഈ കോഴ്സിന് ചേരാൻ സാധിക്കും. FACT പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇതിൽ പരിശീലനം നൽകുന്ന സംവിധാനങ്ങൾ, ഷോർട്ട് ടേം പ്രോഗ്രാമുകൾ, ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമുകളൊക്കെ അവൈലബിൾ ആണ്. വിമാനങ്ങളിലായാലും അതുപോലെ തന്നെ മറ്റ് കപ്പലുകളിലായാലും ഒക്കെ നമ്മൾ ആശയവിനിമയത്തിന് സാറ്റലൈറ്റുകളെ യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷൻ ഇല്ലാതെ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ഇൻ്റർനെറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ആശയവിനിമയ ഉപാധി. ഇൻ്റർനെറ്റ് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറുകൾ ആവശ്യമാണ്. ബ്രോഡ്ബാൻഡ് ആണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമുക്കവിടെ നോക്കുമ്പോൾ അറിയാം, ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റിയോടുകൂടിയാണ് നമ്മൾ ആശയവിനിമയം ഇന്ന് ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെലികമ്മ്യൂണിക്കേഷനും ആയി ബന്ധപ്പെട്ട മേഖലകളിൽ ആശയവിനിമയ ശേഷിയുമായി വർദ്ധിപ്പിക്കുന്നതും എഫക്റ്റീവ് ആക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ വലിയ ഒരു റോള് തന്നെയാണ് ഇവർക്ക് പ്ലേ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവരുടെ വരും കാലം, ഒരു 10-20 വർഷക്കാലത്തേക്ക് ഈ ഒരു മേഖലയിൽ വലിയ ബൂമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 5G വരുന്നു. അതേപോലെ തന്നെ ഗ്രാമാന്തരങ്ങളിൽ, നമ്മുടെ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം സ്മാർട്ട് സിറ്റികൾ വരുന്നു. അതുപോലെ തന്നെ ഗ്രാമാന്തരങ്ങളിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് വലിയ തോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ. കേരളത്തിലാണെങ്കിൽ KFON പോലുള്ള ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ സ്വകാര്യ കമ്പനികൾ അവരുടേതായിട്ടുള്ള ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ സംവിധാനങ്ങൾ ഒരുക്കുന്നു. രാജ്യാന്തരമായിട്ട് തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടലിനടിയിലൂടെ ആശയവിനിമയത്തിനുള്ള കേബിൾ നെറ്റ്വർക്കുകൾ സ്ഥാപിക്കപ്പെടുന്നു. അപ്പോൾ ഈ കടലിനടിയിലൂടെ ഈ കേബിൾ നെറ്റ്വർക്കുകളൊക്കെ സ്ഥാപിക്കപ്പെടുമ്പോൾ ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവിടെ ആവശ്യമാണ്. അവിടെയാണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട താല്പര്യമുള്ള കുട്ടികളുടെ, അല്ലെങ്കിൽ ആ മേഖലയിൽ പഠനം നടത്തിയിട്ടുള്ള കുട്ടികളുടെ ആവശ്യകതകൾ ഏറെ വരിക. ഒപ്റ്റിക്കൽ സ്പ്ലൈസിംഗ് പോലുള്ള മേഖലകൾ, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ട്രബിൾ ഷൂട്ടിംഗ് പോലുള്ള മേഖലകൾ, ഇവിടെയൊക്കെ സ്കില്ലുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ നൈറ്റ് ഡ്യൂട്ടി വർക്ക് ചെയ്യേണ്ടി വരാം. അതുപോലെ തന്നെ വളരെ ഔട്ട്ഡോർ വർക്കുകളാണ് ഇതിൻ്റെ ഒരു 99% ജോലി ചെയ്യേണ്ടി വരിക ഔട്ട്ഡോറാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട അലവൻസുകളും മറ്റു കാര്യങ്ങളും കുട്ടികൾക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്നു.
അതേപോലെ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഓരോ ദിവസവും ഡിഫറൻ്റ് ആയിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും. ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ ആ ടീച്ചർ എല്ലാ ദിവസവും കാണുന്ന കുട്ടികൾ സെയിം തന്നെ, എല്ലാ ദിവസവും ആ ക്ലാസ് റൂം സെയിം തന്നെ. ഒരു ക്ലർക്കാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേത് തൊഴിൽ ഒരു ഡോക്ടറാണെങ്കിലൊക്കെ പേഷ്യൻസ് മാത്രമേ മാറി വരുന്നുള്ളൂ, അറ്റ്മോസ്ഫിയർ ഏതാണ്ട് സെയിം തന്നെ. ഇവിടെ അതല്ല, ഓരോ പ്രദേശങ്ങളിൽ ഓരോ തരത്തിലുള്ള ക്രൈസിസുകളായിരിക്കും മാനേജ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രുമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ, അതായത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ, ഒപ്റ്റിക്കൽ ഫൈബറുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഒക്കെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും അനവധി അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലാണ് ഡാറ്റാ സെൻറ്ററുകൾ ഏറ്റവും കൂടുതലുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും വളരുന്നതിനനുസരിച്ച് ഹൈസ്പീഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഒരു അവശ്യ സാധ്യതയും വസ്തുതയുമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 1% പോലും വീഴ്ചയില്ലാതെ വളരെ വേഗത്തിൽ ആശയവിനിമയം സാധ്യമാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ടെക്നീഷ്യന്മാരുടെ ആവശ്യകത ഏറെയാണ്. സാധാരണ നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാലറിയുടെ പാക്കേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ തോതിലുള്ളൊരു വ്യത്യാസം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് സാലറികൾ വലിയ തോതിൽ ഡബിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ധാരാളം കമ്പനികളുണ്ട്, പെട്രോകെമിക്കൽ കമ്പനികളുണ്ട്, ഓട്ടോമേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, കമ്പനികളുണ്ട്. ഇവിടെയൊക്കെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. വലിയ മെഷീനുകളിലൊക്കെ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു പങ്കും ഒപ്റ്റിക്കൽ ഫൈബർ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക. DRDO പോലുള്ള സ്ഥാപനങ്ങളിൽ, ISRO പോലുള്ള സ്ഥാപനങ്ങളിൽ, അതേപോലെയുള്ള അനവധി സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് തൊഴിൽ സാധ്യതകൾ ഏറെയുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്താണ് ഏറെ സാധ്യതകൾ നമുക്ക് മുമ്പിൽ ഓപ്പൺ ആക്കപ്പെട്ടിട്ടുള്ളത്. ആ സാധ്യതകളെ ഇപ്പോൾ 5Gയും അതിനുശേഷം അതിനു മുകളിലേക്കുള്ള യാത്രയിൽ പല രാജ്യങ്ങളും ഗവേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെയൊക്കെ വളരെ വേഗത്തിൽ, കുറേ കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടെക്നീഷ്യനായിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പഠന മേഖലയാണ്. ഇതിൻ്റെ മറ്റൊരു ആകർഷണീയത, നമ്മളിപ്പോൾ ഒരു 2-3 വർഷം ഒരു കോഴ്സ് പഠിച്ചിട്ട് ഒരു 20,000 30,000 രൂപ ഫ്രഷറായിട്ടുള്ള ഒരാൾക്ക് സാലറി കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും പലപ്പോഴും പല മേഖലകളിലും. എന്നാൽ ഇവിടെ 3 മാസം മുതൽ 1 വർഷം വരെ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു പ്രത്യേകത. ഡിഗ്രി പ്രോഗ്രാമും മറ്റുമൊക്കെ വരുമ്പോൾ കുറേ കൂടെ കാലമെടുക്കും, അത് കുറേ കൂടെ അഡ്വാൻസ്ഡ് ആണ്. അതിനനുസരിച്ച് സാലറി പാക്കേജിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. ITIയും പോളിടെക്നിക്കും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച കുട്ടികൾക്കൊക്കെ ഫിസിക്സ് പ്രകാശവുമായിട്ട് പ്രതിപാദിക്കുന്ന ബേസിക് സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സാണ്. അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഫൈബറുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് ഫിസിക്സിനെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫിസിക്സിൽ ഡിഗ്രി എടുത്ത ആൾക്കാർക്കൊക്കെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഏറ്റവും കഴിയുക, ഏറ്റവും അനുയോജ്യം അവർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു വളരെ ചുരുങ്ങിയ മാസം കൊണ്ട് 1 മാസം മുതൽ 3 മാസം അല്ലെങ്കിൽ മാക്സിമം 1 വർഷം കൊണ്ട് അഡ്വാൻസ്ഡ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു 25,000-30,000 സ്റ്റാർട്ടിംഗ് സാലറിയുള്ള ഒരു ഫ്രഷർ, ഒരു ബിഗിനർക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച സാലറിയിലേക്ക് കുട്ടികൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഈ കോഴ്സിനുണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പോകാം. ഇനി അതല്ല, ഇവിടെ വലിയ ഗവേഷണ സാധ്യതകളൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ BSc ഫിസിക്സ് എടുത്ത് അല്ലെങ്കിൽ MSc ഫോട്ടോണിക്സ് പോലുള്ള മേഖലകളിലേക്കൊക്കെ പോയിട്ട് ഇൻസ്ട്രുമെൻറ്റേഷനും ഒപ്റ്റിക്കൽ ഫൈബർ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ BTech കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള സബ്ജക്റ്റുകളുമൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഈ മേഖലയിൽ വിശദമായ പഠനത്തിന്, വളരെ ഇൻഡെപ്തിലുള്ള ഒരു പ്രൊഫഷണൽ പഠനത്തിനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ വളരെ വേഗത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്കത് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും മികവുറ്റ ഒരു കോഴ്സായിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജിയെ നമുക്ക് കാണാൻ കഴിയും. അത് വളരെ മികവുറ്റ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചിറങ്ങാൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ഫീസ് കൊണ്ട് പഠിച്ചിറങ്ങാനുള്ള അവസരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കുട്ടികൾക്ക് അത് പ്രയോജനപ്പെടുത്താം. വളരെ പെട്ടെന്ന് ജോലി എന്ന ആശയം ഇനിയുള്ള കാലം അങ്ങനെയാണ്. ഏറെ നാൾ പഠിച്ച് നടക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് പഠിച്ച്, വളരെ ചുരുങ്ങിയ കാലം പഠിച്ച് വളരെ പെട്ടെന്ന് ജോലിയിലേക്ക് എത്തുന്ന തരത്തിൽ, അവരുടെ കരിയർ ഓപ്പൺ ചെയ്യുന്ന തരത്തിൽ, ലൈഫ് സെക്യൂർഡ് ആക്കുന്ന തരത്തിലുള്ള ചിന്തകളുടെ ഒരു കാലത്തേക്ക് നമ്മൾ പോയിരിക്കുന്നു ഇന്ന്. അവിടെ ഏറ്റവും അനുയോജ്യമായി ഈ രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികൾക്ക് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി യൂസ് ചെയ്യാൻ സാധിക്കും.